Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me JD. Diary phrases. Actually, നമ്മൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഡയറി എഴുതാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ചോദിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഫ്രേസസ് ആണ്. സ്റ്റാർട്ടിങ്ങിലും മിഡിലും അവസാനം യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രേസസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനുള്ള ഡയറി നിങ്ങൾക്ക് അടിപൊളിയാക്കി എഴുതാം. ആ 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെയാണ് ഡയറി ചോദിക്കാറുള്ളത്. അത് സെറ്റ് ആക്കാം. സോ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആ ഡയറി ഫ്രേസസിലേക്ക് പെട്ടെന്ന് കിടക്കുകയാണ്. ആദ്യം തന്നെ ആ ഡയറിന്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഡയറി എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ ഡേറ്റും ഡേയും എഴുതുക. അതുപോലെ തന്നെ ആ ക്യാരക്ടർ, നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള ഏതോ ഒരു ക്യാരക്ടർ ആയിരിക്കും ഡയറി വരിക. ആ ക്യാരക്ടറിന്റെ ഫീലിംഗ് എന്താണ്, ഭയങ്കര ആംഗ്രി ആണോ, ഭയങ്കര ഹാപ്പി ആണോ, ഏതാണ് മൂഡ് എന്നുള്ളത് എന്താക്കി കൊടുക്കുക, അവിടെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി കൊടുക്കുക, ഫീൽ എഴുതി കൊടുക്കുക. കോണ്ടന്റ് ഓഫ് ദ ഡയറി എൻട്രി, അത് ചോദ്യം നല്ല രീതിയിൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് മനസ്സിലാവും ആ ഒരു ഡയറിന്റെ സിറ്റുവേഷൻ ഏതാണെന്നുള്ളത്. അവസാനം സിഗ്നേച്ചർ ആയിട്ട് ആ ഒരു ഡയറി എഴുതുന്ന ആളുടെ പേരോ അല്ലെങ്കിൽ ഒരു സൈനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറി സെറ്റാണ്. പിന്നെ ഒരു ബോക്സും കൂടി വരച്ചു വെക്കുക. then your diary is complete. പക്ഷെ അതിൽ ധാരാളം ഫ്രേസസ് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ട ആ ഒരു ഫീലിംഗിൻ്റെതും ആ കോണ്ടന്റ് ഓഫ് ദ ഡയറിയിൽ കൊടുക്കാൻ പറ്റുന്നതും അവസാനം കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഈ ഒരു ബിഗിനിങ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഡിയർ ഡയറി എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിയർ മീനോ ഡിയർ ഡയറിനോ ഒക്കെ കൊടുക്കാൻ പറ്റും. ടുഡേ വാസ് എ വണ്ടർഫുൾ ഡേ. ഇന്നൊരു അത്ഭുതകരം. ഈ ഒരു ഫ്രേസസ് കാണുമ്പോഴേക്കും എന്താവും, ഈ വാല്യുവേഷൻ ചെയ്യുന്ന ആള് മാർക്ക് ഇട്ടോളൂ. കാരണം അത്രയും അടിപൊളി ഫ്രൈസസ് ആണ്. അല്ലെങ്കിൽ ഇത് കാണുമ്പോഴേക്കും അവര് പിന്നെ കൺവീൻസ്ഡ് ആകും. നോക്കിയോ, ഐ ഹാഡ് എ വെരി എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഐ കാൺട്ട് ബിലീവ് വാട്ട് ഹാപ്പൻ ടുഡേ. അത് നിങ്ങൾക്ക് ഏത് ഇമോഷൻ ആണെങ്കിലും, ബാഡ് ഇമോഷൻ ആണെങ്കിലും, നല്ല ഗുഡ് ഇമോഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ദിസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് അൺയൂഷ്വൽ ഡേ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസാധാരണമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് കൊടുക്കാൻ പറ്റും. ഏതാണെങ്കിലും ഐ എം ഫീലിംഗ് സോ ഹാപ്പി അല്ലെങ്കിൽ സാഡ് കൺഫ്യൂസ്ഡ് ടുഡേ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്താക്കാം. സ്റ്റാർട്ടിംഗ് ബിഗിൻ ഹാപ്പി, സാഡ്, കൺഫ്യൂസ്ഡ്, 3 സിറ്റുവേഷൻ ഉണ്ടാവാൻ മതി. ഐ മസ്റ്റ് റൈറ്റ് അബൌട്ട് വാട്ട് ഹാപ്പൻ ദിസ്. ഇന്ന് വൈകുന്നേരം സംഭവിച്ചതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് ഞാൻ എഴുതണം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡയറിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേത് ഉപയോഗിച്ചാൽ മതി, 1 2 ബൈ ഹാർട്ട് ആക്കി വെക്കുക, സെറ്റ് ആക്കുക, പോറാക്കുക. ഇനി നടുവിൽ മിഡിൽ ഫ്രേസിൽ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ടഡ്, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് എപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഒരു സ്റ്റാർട്ട് അതിലേക്ക് വരാൻ പറ്റും. ഐ നെവർ എക്സ്പെക്ടഡ് ദാറ്റ്. ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചു നമ്മൾ എന്താക്കാം, നമുക്ക് ആ ഒരു കോണ്ടന്റ് ഓഫ് ദ ഡയറിയിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഐ വാസ് സോ സർപ്രൈസ്ഡ് ടു സീ എന്ന് പറഞ്ഞ് നമുക്ക് എന്താക്കാം, ഈ ഒരു കോണ്ടന്റ് ഓഫ് ദ ഡയറിയിലേക്ക് വരാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ വാസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് സാധനം പറയുന്ന ഒരു ഡയറി ആണെങ്കിൽ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കാം. അൺഫോർച്ചുനേറ്റ്ലി തിങ്സ് ഡിഡ്ന്റ് ഗോ ആസ് പ്ലാൻഡ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള, നമുക്ക് ഒരു ട്രാജഡിയാണ് ആ ഒരു ക്യാരക്ടറിന് സംഭവിച്ചതെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഐ ഫെൽറ്റ് നെർവസ് ബട്ട് ഓൾസോ എക്സൈറ്റഡ്. ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു, പക്ഷേ എക്സൈറ്റഡ് ആയി എന്നുള്ള ആ ഒരു സിറ്റുവേഷന് സൂട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐ സ്റ്റിൽ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട്. അതിനെപ്പറ്റി എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു നെഗറ്റീവ് ആണെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് എന്താക്കാം, ആ ഡയറിയുടെ കോണ്ടന്റ് ഓഫ് ദ ഡയറി നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. ആൻഡ് ഫൈനലി ലാസ്റ്റ് പാർട്ടിലേക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നമുക്ക് എൻഡ് ഗെയിം ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ ഈ ഒരു എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങളെ സീറ്റ് ഉറപ്പിക്കുക. ആ ലിമിറ്റഡ് സീറ്റ് ആണ്, അത് മിസ്സായി പോകുന്നതിന്റെ അടുക്ക് നമ്മൾ എന്താക്കുക, ഈ ഒരു സീറ്റ് ഉറപ്പിക്കുക. ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് ആ ഒരു എൻഡ് ഗെയിം ബാച്ച്, റിവിഷൻ ബാച്ചും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ എക്സാമും ബോൾ അറ്റാക്കും ഡൗട്ട് റെസൊല്യൂഷൻ തുടങ്ങിയ ഇഷ്ടം പോലെ ഫീച്ചേഴ്സിൽ ബാച്ച് കിട്ടാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് ആ ഒരു ഫൈനൽ പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. എൻഡിങ് ഫ്രേസ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ ഫോർ നൗ. എന്നിട്ട് അവസാനം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ദാറ്റ്സ് ഓൾ ഫോർ നൗ, ഇന്നത്തേക്ക് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് ടുമോറോ വിൽ ബി ബെറ്റർ. നാളെ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവമാണ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഐ ഹോപ്പ് ടുമോറോ വിൽ ബി ബെറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നാളെ കുറച്ച് നല്ല സംഭവിക്കട്ടെ. ഐ വിൽ നെവർ ഫൊർഗെറ്റ് ദിസ് ഡേ. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഐ വിൽ നെവർ ഫൊർഗെറ്റ് ദിസ് ഡേ എന്ന് പറയും. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ പറയാൻ പറ്റും. ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് ടുഡേ. ഇന്ന് സംഭവിച്ച എല്ലാത്തിനും ഞാൻ എന്താണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, ഭയങ്കര നന്ദിയുള്ളവനാണ്, ഭയങ്കര അടിപൊളിയാണ്. ഐ മസ്റ്റ് ഗെറ്റ് സം സ്ലീപ്പ് നൗ. ഇന്ന് എനിക്ക് കുറച്ച് ഉറങ്ങണം. അതായത് അവസാനിപ്പിക്കുന്ന സമയം നമുക്ക് ഞാൻ ഉറങ്ങാൻ പോകണം, എനിക്ക് ഇത്രയും ഒന്ന് പറയാനുള്ളത് പറയാൻ പറ്റും. ലെറ്റ്സ് സീ വാട്ട് ടുമോറോ ബ്രിങ്സ്. നാളെ എന്തായിരിക്കും, നാളത്തെ പറ്റി എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിലും മിഡിലും എൻഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തുകൊണ്ട് ധാരാളം വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട. നിങ്ങൾ ജസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഡയറി ചെയ്താൽ സെറ്റ് ആണെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു കാൻ കോൾ മീ JD. ബൈ.